യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിൽ അജു എന്നൊരു പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സർവേശ്വർ ഫുഡ്സ് എന്നുള്ള സ്റ്റോക്കിലുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 4% ഒരു മുന്നേറ്റത്തിൽ 10 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ പരിശോധിക്കുമ്പോൾ 15 രൂപയാണ് അതിൻ്റെ ഒരു 52 വീക്ക് ഹൈ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിൻ്റെ വ്യൂ എന്താണ്? Fortunately, Priya പറഞ്ഞതുപോലെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണമെന്ന്, അൺലെസ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ. കാര്യം ഇത്തരം സ്റ്റോക്സ് മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആകുന്ന സമയത്ത് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണാൻ ഇടയാറുണ്ട്. സോ ദിസ് വിൽ ബി എ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ സ്റ്റോക്ക്. ഒപ്പം സംഗീത് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കോൾ ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു നേട്ടത്തിൽ 2.28% നേട്ടത്തിൽ 477 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കോൾ ഇന്ത്യയുടെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ കോൾ ഇന്ത്യ 480 രൂപ എത്തിയിട്ട് ഇറ്റ് ഈസ് ട്രേഡിംഗ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് അറ്റ് ദിസ് പോയിന്റ് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. അരുൺ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇൻഡിഗോ ഏവിയേഷൻ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% ഡിവിൽ 3033 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഇൻഡിഗോ എയർലൈൻസിന്റെ കേസിൽ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്കൊരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2950 രൂപയായിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 3150 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ സെബിൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ട്രൈഡന്റിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ട്രൈഡന്റിന്റെ ഓഹരികൾ 0.7% ഒരു നേട്ടത്തിൽ 43 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ട്രൈഡന്റെ കേസിൽ ജനുവരി മാസത്തിൽ 53 രൂപയുടെ ഓൾ ടൈം 52 വീക്ക് ഹൈ എത്തിയതിനു ശേഷം നല്ലൊരു ഹെൽത്തി കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ സ്റ്റോക്ക്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് ഏരിയ 40 രൂപ 25 പൈസ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു ബൈയിങ് ട്രിഗർ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് സ്റ്റോക്കിന്റെ മേജർ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 49 രൂപ 50 പൈസയിലും. ഒപ്പം മിനി എന്ന് പറഞ്ഞൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് സൺഫാർമയിലുള്ള സാറിന്റെ വ്യൂ ആണ്. സൺഫാർമയിൽ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഫാർമ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇൻഫാക്ട് 4 സെഷൻസിന് മുൻപ് 1545 അടുത്തായിരുന്നു വന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഈ ഹൈ ലെവൽസിൽ ഒരു ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും പ്യോർ സ്പെക്കുലേഷൻ, പ്യോർ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1531 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൽ പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1500 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് BPCL ഉള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 4% മുന്നേറ്റത്തിൽ 650 രൂപ 95 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. BPCL, IOC, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഈ 3 സ്റ്റോക്സിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ 2 സെഷൻസിലും നല്ലൊരു മുന്നേറ്റവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓൺലി പോയിന്റ് ഈ 3 സ്റ്റോക്സിലും നമുക്ക് പുതിയൊരു എൻട്രി ലഭിക്കുന്നില്ല ലോ റിസ്ക് ആയിട്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. BPCLന്റെ സ്പെസിഫിക് കേസിൽ 618 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ഒപ്പം നിഖിൽ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിലിലുള്ള സാറിന്റെ വ്യൂ ആണ്. 183 രൂപ 90 പൈസ എന്ന റേഞ്ചിൽ 4% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ടോൺ ഇൻ ഗെയിൽ വെരി വെരി ബുള്ളിഷ്. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഗെയിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്.
നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയ ലോങ് പൊസിഷൻ അഗെയിൻ ഈ സ്റ്റോക്കിൽ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 165 രൂപയിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അജു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൊമാറ്റോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. സൊമാറ്റോ കഴിഞ്ഞ ദിവസം 2% നേട്ടം രേഖപ്പെടുത്തി 155 രൂപ 50 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. Undertone continues to be very very bullish. ഒരു പ്രോബ്ലം at the moment കാണാൻ സാധിക്കുന്നില്ല. പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 148. അലക്സ് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് യു പി എല്ലിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. സോ യു പി എല്ലിന്റെ നിലവിലുള്ള എല്ലാ ട്രെൻഡുകളും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് ഒരു അല്പം ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സിൽ അത്ര മികച്ചതല്ലായിരുന്നു. സോ അൺലെസ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ഒരു ടേൺ അറൗണ്ട് വരുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നേരിടാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 540 അതിനെ തുടർന്ന് 610 രൂപയിലും ആയിരിക്കും. ഒപ്പം അബ്ദുൾ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്കിലെ സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1.5% ഒരു ഇടിവിൽ 582 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒത്തിരി ദിവസമായിട്ട് വി ഹവ് ബീൻ സീയിങ് ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. സോ AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നിലവിൽ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. എങ്കിലും ബിക്കോസ് യു ആസ്ക് മീ അബൌട്ട് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, നിരവധി സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. കഴിഞ്ഞ 10-12 ദിവസത്തിനിടെ 2 പുതിയ സ്മോൾ ഫൈനാൻസ് ബാങ്കും കൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആൻഡ് ക്യാപിറ്റൽ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അത് കൂടാതെ നമുക്കറിയാം സൂര്യോദയ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഉണ്ട്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഉണ്ട്. ഇത്തരം സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് കൊടുക്കാം. ഒരു ചേഞ്ച് ഇൻ ട്രെൻഡ് വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒപ്പം വർഗീസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലെക്സ് ഇൻഡസ്ട്രീസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.2% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 1174 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ലക്സ് ഇൻഡസ്ട്രീസിൽ നമുക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. സോ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് ഈ പ്രൈസസിൽ അഡ്വൈസബിൾ അല്ല. ഒപ്പം പ്രിയ എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് NHPC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 4% മുന്നേറ്റത്തിൽ 92 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രിയ, ഞാൻ നേരത്തെ റെയിൽവേ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ റെയിൽവേ സ്റ്റോക്സും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 5-8 മാസത്തിൽ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ എല്ലാ പബ്ലിക് സെക്ടർ സ്റ്റോക്സിലും നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം കഴിഞ്ഞ 3 സെഷൻസിൽ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ നല്ലൊരു റിക്കവറി കണ്ടു. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റിക്കവറി സസ്റ്റൈനബിൾ ആയിരിക്കും എന്ന്. സോ നമ്മുടെ കൈവശമായ NHPC ഉണ്ടെങ്കിൽ 2 മേജർ റെസിസ്റ്റൻസ് സോൺസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തേത് 102 മുതൽ 105 രൂപ വരെയും പിന്നീട് 112, 115 ആ ഒരു റേഞ്ച്. എനിക്ക് തോന്നുന്നില്ല ഈ റെസിസ്റ്റൻസ് ലെവൽസ് എളുപ്പത്തിന് NHPCയുടെ കേസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. NHPCയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് SJVNന്റെ കേസും കൂടെ പറയുന്നു. SJVNന്റെ കേസിൽ നമ്മൾ ഓൾ ടൈം ഹൈ കണ്ടത് 10 ദിവസം മുൻപായിരുന്നു. അറൌണ്ട് 170 രൂപയ്ക്ക് അടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നില്ല സ്റ്റോക്കിന് 160 രൂപയുടെ റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. 160 രൂപയ്ക്ക് മുൻപ് 145, 150 ആ ഒരു റേഞ്ചിലും നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിനു മുൻപ് അവസാനമായിട്ട് ബ്ലൂ സ്റ്റാറിലുള്ള സാറിന്റെ വ്യൂ കൂടി ചോദിക്കുകയാണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു 3% മുന്നേറ്റത്തിൽ 1231 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ബ്ലൂ സ്റ്റാറിന് നിലവിലുള്ള ഓൾ ദ ട്രെൻഡ്സ് ആർ എക്സ്ട്രീംലി ബുള്ളിഷ്.
ആൻഡ് ബ്ലൂ സ്റ്റാറിന്റെ കേസിൽ നമുക്ക് ജനുവരി അവസാനം മുതൽ ഒരു ഫെബ്രുവരി തുടക്കം വരെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയുണ്ടായി. നല്ലൊരു സപ്പോർട്ട് ബേസ് 1138 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ ഇടയുണ്ടായി. നമ്മുടെ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ ഒരു 100-150 രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം.